ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് രണ്ട് അടിപൊളിയുള്ള സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പം ആപ്ലിക്കേഷൻസ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേര് മാത്ത് ചാമ്പ് എന്നാണ് ഈ കാണുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ടാസ്കുകൾ വരുന്നുണ്ട്. ഇതിൽ സെൽഫ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പേര് എം പൈസ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എം പൈസ എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് നാളായിട്ട് ലോഞ്ച് ആയുള്ള ആപ്ലിക്കേഷനാണ്. ഇപ്പോഴും കറക്റ്റായിട്ട് പേയ്മെൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു ഡേറ്റിലൂടെ ഞാൻ ഇന്ന് പേയ്മെൻറ്റ് എടുത്തുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടിയിട്ട് ഞാൻ ഒരു പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ മുമ്പത്തെ ആപ്ലിക്കേഷൻ, ഈ ഒരു മാത്ത് ചാമ്പിൻ്റെ ഈ ഒരു കമ്പനിയുടെ മുമ്പത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ ചാനലിലൂടെ. അപ്പോൾ അവരുടെ പുതിയ ആപ്ലിക്കേഷനാണ് കുറച്ച് ദിവസമായിട്ടുള്ളൂ ലോഞ്ച് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വിഡ്രോൽ പേജ് നോക്കാൻ കാണാൻ പറ്റും. വെറും 700 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ UPIയിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ താഴെയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ എം പൈസയിലാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഇന്ന് വിഡ്രോയിൽ എടുത്തതാണ്. ആ ഒരു പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ UPIയിലോട്ടാണെങ്കിലും മിനിമം 1200 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുമായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മാത്ത് ചാമ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ താഴെയായിട്ട് നിങ്ങൾ അതിന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനകത്ത് താഴെയുള്ള ഒരു ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും റഫറൽ കോഡും കൊടുക്കുക. റഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വാലിഡ് സെക്ഷൻ എടുക്കാം. വാലിഡ് സെക്ഷനിൽ എടുക്കാൻ എൻ്റെ 26 കോയിൻസിന് മുകളിലായിട്ട് കാണാൻ പറ്റും. 26 കോയിൻസാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് ഇതിൽ മാത്ത് ക്വിസുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ കളിച്ചിട്ടാണ് നമുക്കിതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. മെയിനായിട്ട് അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും മാത്ത് ക്യൂസ് 1 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, രണ്ടിടത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റിലത്തേൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന 6+4 എത്രയാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, 15 ക്യൂസാണ് നമുക്ക് ഡെയിലി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അറിയാലോ ആൻസർ 6+4 10 ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആൻസർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡാകും. അതിന് ശേഷം ഒരു ആഡ് വരും. ഓക്കെ, അപ്പോൾ ആഡ് ജസ്റ്റ് സിമ്പിളായിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഉണ്ട്. 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് നിങ്ങളുടെ വാലറ്റിലോട്ട് ആഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ 12 കോയിൻസാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം അടുത്ത ക്യൂസ് വരും. അപ്പോൾ 3+6 എത്രയാണ്? 9 ആണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആഡ് വരും. അപ്പോൾ ആദ്യം വെറുപ്പിക്കുന്ന തരത്തിലുള്ള ആഡ്സ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ആഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ആഡ്സ് ജസ്റ്റ് ക്ലോസ് ചെയ്യാതിന് ശേഷം വീണ്ടും 10 സെക്കൻഡ് ഉണ്ട്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ 15 ഡെയിലി വരുന്നത്, 15 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 12 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാലിഡ് നോക്കുകയാണെങ്കിൽ 50 കോയിൻസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്തെടുക്കാനായിട്ട് വരും. 15 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് കോയിൻസ് ആവും. അതിനുശേഷം നിങ്ങൾ മാത്ത് ക്യൂസ് 2 വരാം. ഇവിടെയും അതുപോലെ തന്നെയാണ് വരുന്നത്. 1 - 0 ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ കൊടുക്കുക. സോറി, 1 ആണല്ലേ. ഓക്കെ, അപ്പോൾ 1 ആണ്. സോറി, അപ്പോൾ അത് 1 - 0 സോറി പെട്ടെന്ന് വീഡിയോ ചെയ്തപ്പോൾ തെറ്റിപ്പോയാണ്. അപ്പോൾ ആഡ് വന്നു. ആഡ് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം എന്താണ് അത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ആ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ അടുത്ത ക്വിസ് വരും. അപ്പോൾ അത് നമ്മൾ ആൻസർ ചെയ്യുക. അതിനുശേഷം നമുക്ക് കോയിൻസ് ഇപ്പോൾ കിട്ടും. അപ്പോൾ എനിക്ക് 12 കോയിൻസാണ് വീണ്ടും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആപ്പ് ക്രാഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഒരായിട്ട് നമ്മളോട് 4 - 1 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 3 അത് ആൻസർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് സാധാ പോലെ നിങ്ങളത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രമാണ് ഇതിലെ ടാസ്ക് വരുന്നത്. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. വേറെ ഒരു പരിപാടിയില്ല, ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 30 ഉണ്ടാവും. ടോട്ടൽ 30 ക്യൂസ് ഉണ്ടാവും. 30 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് സംഭവം. ഇപ്പോൾ കാണാൻ പറ്റും എൻ്റെ 74 കോയിൻസ് ആയിട്ടുണ്ട്. പിന്നെ വേറെ ഏണിംഗ് ഓപ്ഷൻസ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇത്ര ഉള്ളിൽ ഏണിംഗ് ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല, ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഏൺ ചെയ്യാനായിട്ട് ഒരു ഷെയർ നൗവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ റഫർ അപ് ടു 500 കോയിൻസ് വരെയും കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റഫർ ചെയ്യുന്ന ഫ്രണ്ട് ഇതിൽ ഫസ്റ്റ് റെഡീം ചെയ്യുമ്പോഴാണ്, ഫസ്റ്റ് വിഡ്രോവൽ ഇതിൽ നിന്ന് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നത്. അപ് ടു 500 കോയിൻസ് വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അവിടെ ഷെയർ ആപ്പ് വിത്ത് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റഫർ ലിങ്ക് ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞു മിനിമം വിഡ്രോയിൽ 700 കോയിൻസ് ആണ്. അപ്പോൾ 700 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം UPI ID ഇവിടെ എൻ്റർ ചെയ്തിട്ട് വിഡ്രോ കോയിലിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആയാലും കിട്ടുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 1200 കോയിൻസിൽ 10 രൂപ വിഡ്രോ ചെയ്യാം. 3000 കോയിൻസ് ഉണ്ടെങ്കിൽ 30 രൂപ. പിന്നെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് എടുക്കാൻ പറ്റും. 1000 കോയിൻസിൽ 10 രൂപ എടുക്കാം. 500 കോയിൻസിൽ 5 രൂപ ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ UPIയിലോട്ട് മാത്രം വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിസ്റ്ററി അവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. നമുക്കിനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു M-Paisa എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്. അപ്പം അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സൈൻ അപ്പ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സിമ്പിളാണ്, ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യുക. അതായത് നിങ്ങൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ സൈൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും അതൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു നോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതായത് മൈക്കിൻ്റെ ചെറിയ പ്രോബ്ലമാണ്. അതായത് എന്തെങ്കിലും ഒരു കരകര സൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ പരമാവധി ഞാൻ കുറക്കാൻ നോക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഹോം പേജ്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഹോം പേജിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സ്ട്രീക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സ്ക്രാച്ച് ഇറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇൻവൈറ്റ് ഉണ്ട്, റെഡീം ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് വരുന്ന പ്ലേ ടൈം ഗെയിംസ് എന്നാണ് കാണാൻ പറ്റും. ഫസ്റ്റ് അതിനായിട്ട് മുകളിൽ കാണാൻ പറ്റും. പ്ലേ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളോട് കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അതായത് യൂസേജ് ആക്സസ് അലോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഓഫേഴ്സ് ട്രാക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഓഫർ വാളിലോട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓഫേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ 2-3 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ ഒരു ഓഫർ വാൾ. നിങ്ങൾക്ക് അറിയായിരിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇങ്ങനത്തെ ഓഫർ വാൾസ് ഉള്ളതാണ്. ജസ്റ്റ് മോറിൽ ക്ലിക്ക് ചെയ്യുക. മോറിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് 1 മിനിറ്റ് യൂസ് ചെയ്യാനുള്ള 4 പൈസ കിട്ടും. അതുപോലെ പൈസ മീൻസ് ഇതിൽ കോയിൻസ് ആണ്. പിന്നെ 1 മിനിറ്റ് യൂസ് ചെയ്യാനുള്ള 4 പൈസ വീണ്ടും കിട്ടും. പിന്നെ 2 മിനിറ്റ് യൂസ് ചെയ്യാൻ 4 പൈസ. പിന്നെ നിങ്ങൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ളത് അൺലോക്ക് ആവുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 271 കോയിൻസ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സിമ്പിളായിട്ട് ഇതിൽ ആ ഒരു കോയിൻസ് അതിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോന്നുണ്ട്, വേറെ ഉണ്ട് ആപ്ലിക്കേഷൻസ് പെർ മിനിറ്റിന് 13 കോയിൻസ് അല്ലേ. ഓക്കെ, 13 കോയിൻസ് വെച്ച് നിങ്ങൾക്ക് 13 പൈസ വെച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ടോട്ടൽ 850 നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ മൈ ഗെയിംസിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി എടുത്തുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അടുത്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സർവീസ് എന്നുകൊണ്ട് കാണാൻ പറ്റും. അതായത് ടോപ്പ് സർവീസിൻ്റെ ടോപ്പ് ഓഫേഴ്സ് ഉണ്ട്. ടോപ്പ് സർവീസിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എത്ര മിനിറ്റ് ആണുള്ളത്, എത്ര കോയിൻസാണ് കിട്ടുക എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാൻ 15 മിനിറ്റിൻ്റെ ഉണ്ട്, 12 മിനിറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ 7 മിനിറ്റിൻ്റെ ഒരുണ്ട് 2160 കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ ആ ഒരു പേജിലോട്ട് പോകും. അപ്പോഴായിട്ട് ഇപ്പോൾ കറൻ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മളോട് കുറച്ച് കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ ആർ യു കറൻ്റ്ലി ലിവിങ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഐ എം ഫ്രം ഇന്ത്യ. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളത് ഇവിടെ ചോദിക്കുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ടാണ് തോന്നുന്നു സർവീസ് വരുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ ടോപ്പ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പൈസ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ദ ആപ്പ് ആൻഡ് രജിസ്റ്റർ വിത്ത് വാലിഡ് ഡീറ്റെയിൽസ് ന്യൂ യൂസേഴ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 840 കോയിൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു ഓഫേഴ്സ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ താഴെയായിട്ട് വരാണെങ്കിൽ സർവേ ഓഫേഴ്സ് ഉണ്ട്. സർവേ ഓഫേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് സർവേ തരുന്ന ഒരുപാട് ഓഫർ വാൾസ് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരുപാട് ഒരു കമ്പനി അല്ലെങ്കിൽ പേജുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് ഒരുപാട് സർവേസ് ആണ് വരുന്നത്, നമുക്ക് കാണാൻ പറ്റും. ബിറ്റ് സർവേ, അതായത് ബിറ്റ് ലാബിൻ്റെ സർവേ, CPX സർവേ, അങ്ങനെ ഒരുപാട് സർവേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജിലോട്ട് എക്സ്റ്റേണൽ വേറെ പേജിലോട്ട് പോകും, കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ആ ഒരു പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ ആയിട്ട് കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സർവീസ് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങനെ കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ആപ്പ് ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആപ്പ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഓഫർ വാൾസ് ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലോട്ട് പോകും. ഇപ്പോൾ FI ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓഫർ വാൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുക, ഡൺ അടിക്കുക. അപ്പോൾ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. ഈ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പ്ലേ ലുഡോ അതിൽ വിന്നുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആഡ് വരും. ആദ്യം തന്നെ ആ ഒരു ആഡ് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരാളായിട്ട് ലുഡോ കളിക്കാം. നിങ്ങൾ വിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
കോയിൻസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്ലേ ലുഡോ ആൻഡ് വിന്ന് വരുന്നത്. ഓക്കെ, ഇതിലൂടെ സ്ട്രീക്സ് ഉണ്ട്. സ്ട്രീക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്ട്രീക്ക്, അതായത് ഡെയിലി ചെക്ക് ഇൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കംപ്ലീറ്റ് സ്ട്രീക്കിൽ ക്ലിക്കും, നിങ്ങളൊരു വീഡിയോ, അതായത് ഒരു ആഡ് വാച്ച് ചെയ്യണം. ആഡ് വാച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ സ്ട്രീക്ക് കംപ്ലീറ്റ് ആകും. അങ്ങനെ നിങ്ങൾ 7 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കോയിൻസ് കിട്ടും. അതേപോലെ തന്നെ 7ാമത്തെ ദിവസം നിങ്ങൾക്ക് 100 പൈസ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചില്ല. പിന്നെ സ്ക്രാച്ച് ഇറ്റ് ഉണ്ട്. സ്ക്രാച്ച് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ച് കാർഡ് ഏൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോരോ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്ര സെൽഫ് ഏണിംഗ് ഓപ്ഷൻസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. നമുക്ക് ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്ത് എങ്ങനെ കോയിൻസ് ഏൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ റഫർ ലിങ്ക് കൂടെ കാണാം. ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് ഫ്രണ്ട്സിനെ റഫർ ചെയ്യുക. ഓരോ റഫറിലും 250 കോയിൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് ഇതിൽ നിന്ന് ഫസ്റ്റ് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് 250 കോയിൻസ് കിട്ടുന്നത്. അതുപോലെ തന്നെ റഫർ ചെയ്യുന്ന ഫ്രണ്ടിന് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ 1000 കോയിൻസ് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ 1000 കോയിൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പേര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് റെഡീമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് UP, ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡ്, ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റും. UPയിലോട്ടാണെങ്കിൽ മിനിമം 1200 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കോയിൻസ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യാം. ഇനിയിപ്പോൾ ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിലും 1000 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ ഗൂഗിൾ പേ ഗിഫ്റ്റ് കാർഡ് എടുക്കാം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോട്ടാണെങ്കിൽ 5000 കോയിൻസിൽ 50 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇന്ന് വിഡ്രോ ചെയ്ത് കാണാൻ പറ്റും. 10 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയാണ്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവരായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ Paytm ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കാണാൻ പറ്റും ഇവരായിട്ട് M-Paisa ആപ്പ് എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. 10 രൂപ റിസീവ് ആയതാണ്. ഡേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. 28-ാം തീയതിയാണ് എൻ്റെ വീഡിയോ ചെയ്യുന്ന ഡേറ്റ്. 28-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പറ്റി പറയാനുള്ളത്. നല്ല ആപ്ലിക്കേഷൻസ് ആണ്, എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.